നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയും കർമാധിപതിയും വ്യാഴമാണ്. ഈ വ്യാഴം ചാരവശാൽ ഇപ്പോൾ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവവും 3-ാം ഭാവവും ഒക്കെ വ്യാഴത്തിന് അത്ര ചാരവശാൽ അത്ര ഇഷ്ടസ്ഥാനമല്ലാത്തത് കൊണ്ട് കുറച്ചൊരു വ്യാഴപ്പഴമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ട് പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള പ്രഷർ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ലഗ്നാൽ 12-ാം ഭാവത്തിൽ പോയിട്ട് ദുരിതത്തിലാണ് ചൊവ്വയോടും രാഹുവിനോടും ചേർന്ന് 4-ാം ഭാവാധിപതി നിൽക്കുന്നത്. അപ്പോൾ വീടിന് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവപ്പെടുക, വീട് രണ്ടാമത് നമ്മളെ സൗകര്യത്തിന് വേണ്ടി കൂട്ടിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മർമ്മദോഷം ഉള്ളത് കാരണം കൊണ്ട് വീട്ടിലേക്ക് എത്ര പണം കിട്ടിയാലും ചിലവ് കുറയാതിരിക്കുക, അതേപോലെ തന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഭവന സംബന്ധമായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. അത് മാത്രമല്ല 7-ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ തന്നെയാണ് 4-ാം ഭാവാധിപതി. അപ്പോൾ ചൊവ്വയോട് ചേർന്ന് 12 നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമല്ലാത്തൊരു വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് ടെൻഷനും മാനസിക ടെൻഷനും സാമ്പത്തിക നഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശത്രുസ്ഥാനാധിപതി 15-ാം തീയതിക്ക് ശേഷം സാന്നിധ്യസ്ഥാനത്ത് ചെന്ന് വന്ന് നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് തലവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, എടുത്തിയേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാലും ശുക്രൻ ലഗ്നത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യയോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട്. കർമാധിപതിയായിരിക്കുന്ന വ്യാഴത്തിന് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷേ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും കൊണ്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല അലസത വർദ്ധിക്കുക, നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ശുഭപ്രതീക്ഷ കുറയുക. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് തടസ്സമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 10 രൂപ കയ്യിൽ കിട്ടിയ 20 രൂപ ചിലവ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ ലഗ്നാധിപതി 4-ാം ഭാവത്തേക്ക് നേരം വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാനുള്ള യോഗമാണ് കാണുന്നത്. എന്തായാലും തൊഴിലുണ്ടാകും, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമില്ല. പക്ഷേ അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനുള്ള യോഗമാണ്. എത്ര രൂപ കിട്ടിയാലും അനാവശ്യമായിട്ട് ചിലവ് വരുന്നത് കൊണ്ട് പണം മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കാതെ ഇരിക്കുകയല്ല, കാര്യങ്ങൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ വിഷമമാണ്. അപ്പോൾ വിഷ്ണുക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ശനീശ്വരന് നീരാജനം ചെയ്യണം. കണ്ടകശനി ദോഷമുള്ള സമയമാണ്. നാഗപൂജ ചെയ്യണം. അതുപോലെ രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യണം. അതുപോലെ സുബ്രഹ്മണ്യനെ യഥാശക്തി വഴിപാട് ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.